കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ സിന്തറ്റിക് ലഹരിമരുന്ന് വേട്ടയിൽ നിർണായക വഴിത്തിരിവ്. പ്രമുഖ വ്ളോഗർ ഉൾപ്പെട്ട 3.368 കിലോഗ്രാം MDMA കേസിൽ മുഖ്യ കണ്ണികളായ 7 പേരെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പ്രതികളെ സാഹസികമായി വലയിലാക്കിയത്. കഴിഞ്ഞ ഏപ്രിൽ 23-ന് പന്തീരാങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ച് വ്ളോഗർ ഫാത്തിമ നസ്രീനും കൊണ്ടോട്ടി സ്വദേശി ഷഫീഖും സഞ്ചരിച്ച കാറിൽ നിന്നാണ് വൻതോതിൽ ലഹരിമരുന്ന് പിടികൂടിയത്. കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കോഴിക്കോട്, വയനാട് എക്സൈസ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച 11-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പ്രതികളെ പിടികൂടിയത്. മലപ്പുറം കുഴിമണ്ണ സ്വദേശി ഉമർ ഫാറൂഖ്, തിരൂർ സ്വദേശി ബിലാൽ, ആലപ്പുഴ സ്വദേശി ഹിരൺ കാർത്തികേയൻ, പത്തനംതിട്ട സ്വദേശി ആരോമൽ, തമിഴ്നാട് സ്വദേശിനി റംസിയ, കോഴിക്കോട് സ്വദേശി നൌഷാദ്, സന്ദേശ് മോഹൻ വാൽക്കെ എന്നിവരാണ് പിടിയിലായ മുഖ്യപ്രതികൾ. രാജസ്ഥാനിൽ നിന്നുമാണ് ബിലാലും ഷഫീഖും ചേർന്ന് കേരളത്തിലേക്ക് ലഹരി എത്തിച്ചിരുന്നത്. ഇവരിൽ നിന്നും ലഹരി വാങ്ങിയിരുന്ന ഹിരൺ കാർത്തികേയനെയും സഹായി ആരോമലിനെയും നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് സാഹസികമായി പിടികൂടിയത്. ഷഫീഖിന്റെ പങ്കാളിയായ റംസിയയെ തമിഴ്നാട്ടിൽ നിന്നും വനിതാ ഉദ്യോഗസ്ഥരുടെ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഷഫീഖിനു വേണ്ടി ലഹരി ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് ഇവരായിരുന്നു. ലഹരി സുരക്ഷിതമായി കടത്തുന്നതിനായി കാറിൽ രഹസ്യ അറ നിർമ്മിച്ച് നൽകിയ സന്ദേശ് മോഹൻ വാൽക്കെയും അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട്. 4500ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ടവർ ലൊക്കേഷനുകളും ലോഡ്ജുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ സംഘം നിയമത്തിനു മുന്നിൽ എത്തുന്നത്. മുൻപ് പരപ്പന അഗ്രഹാര ജയിലിൽ തടവുകാരനായിരുന്ന നൈജീരിയൻ പൗരൻ ഇമ്മാനുവൽ അഫാം ആണ് ഇവർക്ക് വൻതോതിൽ ലഹരി കൈമാറിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കേസിൽ കൂടുതൽ ആളുകൾ ഇനിയും പിടിയിലാകാനുണ്ടെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം.